ഹലോ ഗെയിമേഴ്സ് ആൻഡ് മൈ വ്യൂവേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പെസ്സത്തെ കുറച്ചാണ്. നമ്മളെപ്പോഴും ഫിഫയത്തെയും കാര്യങ്ങളിലൊക്കെ തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്, എന്താ മെസ്സേജസൊക്കെ. പക്ഷേ ഇപ്പം നമ്മളൊരു പെസ്സിൻ്റെ ഇതാണ് ചെയ്യാൻ പോകുന്നത്. സൗണ്ട് കൂടിപ്പോയോ? ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ കുറച്ചിട്ട് വരാം. സൗണ്ടൊക്കെ ഞാൻ കുറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ തുറന്നിടാം. യോ ഗൈസ്, ഞാൻ പെസ് എടുത്തിട്ട് കാലങ്ങളായി ഗൈസ്, കാലങ്ങൾ. ഞാൻ കുറേ ദിവസമായി പെസ്സൊക്കെ എടുത്ത് കളിച്ചിട്ട് ഗൈസ്. ഞാൻ കൂടുതലും എന്താ പറയുക, അതെ കൂടുതലും ഫിഫയൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഞാനൊരു സിമ്പിൾ എസ്കേപ്പിംഗ് ഗെയിം എന്ന് പറഞ്ഞിട്ട് ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ്. ഞാൻ ബസ് എടുത്തിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഡൗൺലോഡൊക്കെ ചെയ്യാൻ പറയട്ടെ. അതായത് നെറ്റൊക്കെ കുറേ ഉണ്ടല്ലോ, ഡൗൺലോഡ് ആയിക്കോട്ടെ. ഞാനൊന്നും നോക്കുന്നില്ല ഗൈസ്, നോക്കുന്നില്ല. ഓക്കെ ഗൈസ്, ഡൗൺലോഡ് ആയിട്ടുണ്ട്. എന്താണ് ആവാത്തത്? കുറേ നേരമായില്ലോ. നെറ്റിനായിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. എനിക്ക് കുറേ നേരം എടുക്കില്ലേ ഡൗൺലോഡ് ആവാൻ. ഓക്കെ ആയിട്ടുണ്ട്. നോ പ്ലേ വീഡിയോ. ഓക്കെ, 50 കോയിൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 10 കോയിൻ 60. ഇനി ഒരു 10 കോയിൻ കൂടെ മതി ഗൈസ് നമുക്ക്. 100 കോയിനാവും. ഓക്കെ, 161 ഗൈസ്. ഓക്കെ, നമുക്ക് ഇപ്രാവശ്യം ഒരു പാക്ക് തുറക്കാമെന്ന് തോന്നുന്നു. ആകെ നമുക്ക് പിന്നാക്കാം. ഓക്കെ, നമുക്കൊരു പാക്കും കാര്യങ്ങളൊക്കെ തുറക്കാം കേട്ടോ. ഏതാണ്? ഇത് വേണോ? ഇത് വേണം. ഏത് നിങ്ങൾ ഏറ്റവും കൂടുതൽ നല്ലത്? നിങ്ങളിൽ ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെന്താ പറയുക, സോറി മറ്റേ ഇംഗ്ലീഷ് ലീഗ്, അതെനിക്ക് കിട്ടണില്ല. ഇംഗ്ലീഷ് ലീഗിൻ്റെ പാക്കാണ് എല്ലാത്തിനേക്കാട്ടും നല്ലത് എന്നാണ് പറയണത്. ഇത് ഇംഗ്ലീഷ് ലീഗ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ പറഞ്ഞ വല്ല തെറ്റാണ്. എനിക്ക് വല്ല പൊട്ട പ്ലെയറിനെ കിട്ടിയാണല്ലോ ഗൈസ്. നിങ്ങൾ പറഞ്ഞ അതനുസരിച്ചിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് കേട്ടോ, ഈ പാക്ക് തുറന്നേ. അതുകൊണ്ട് എനിക്ക് ഏത് പാക്കാണെന്ന് അറിയില്ല നല്ലത്. 5 സ്റ്റാർ ആവണേ എൻ്റെ പൊന്നെ. ഇംഗ്ലീഷ് ലീഗ് 3 സ്റ്റാർ. നിങ്ങൾ എന്നെ ചതിച്ചു. നിങ്ങൾ സ്വന്തം എന്നെ ചതിച്ചു ഗൈസ്. വാട്ട് ആർ യു ഡൂയിങ് മാൻ? ഈ വിൽസണെ തന്നിട്ട് ഞാനിപ്പോൾ എന്താ? നിങ്ങൾ എന്നെ ചതിച്ചു ഗൈസ്, നിങ്ങൾ എന്നെ ചതിച്ചു. ഗൈസ് ലൈക്ക് സീരിയസ്. ഇത് തുറന്നാതിരുന്നു സ്പെയിനിഷ് സെപ്റ്റംബർ. ഇതിനെക്കാട്ടും നല്ലത് കിട്ടിയിരുന്നു. നിങ്ങളെ വിചാരിച്ച് ഞാൻ ചെയ്തത്. എൻ്റെ ഗൈസ്, എൻ്റെ വീഡിയോന് താഴെ ഇങ്ങനത്തെ കമൻ്റ് ഇട്ട് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യാൻ ഗൈസ്? എന്നെ ഇങ്ങനെ മഹാഭാബി ആക്കല്ല ഗൈസ്. ഞാൻ കഷ്ടപ്പെട്ട് ബസ്സൊക്കെ കളിച്ച് നല്ല പ്ലെയറിനെ കിട്ടട്ടെ പറഞ്ഞ് തുറക്കുന്നേക്കുക. നിങ്ങളെ ചതീൻ്റെ ഉള്ളിൽ ഞാൻ വീണ് പോകുന്നുണ്ട് ഗൈസ്. ഗൈസ് സീരിയസ് 171 ലക്ഷം ഉറുപ്പ്യ ആയിട്ടുണ്ട് ഗൈസ്. കോൺടാക്റ്റ് പോവാം. പ്ലെയർ ലിസ്റ്റ് നമുക്ക് കിലിയൻ എംബാപ്പെ. മൈ ടാർഗറ്റ് ഈസ് കിലിയൻ എംബാപ്പെ. ന്യൂ ഇയറിന് നമുക്ക് ആവശ്യമില്ല, കാരണം ഗോട്ട് ഡൊണറൂമ നമുക്കുണ്ട് ഓൾറെഡി. നമ്മൾ കിലിയൻ എംബാപ്പയ്ക്ക് വേണ്ടിയാണ് അടുത്ത ടാർഗറ്റ്. മാത്രം നമ്മളെ ടീമിലില്ലാത്തുള്ളൂ, വേറെ എല്ലാവരും ഉണ്ട്. ഡ്രീം മാച്ചിൽ പോവുക ഗൈസ്. ഡ്രീം മാച്ച് ഓൺലൈൻ ക്വിക്ക് മാച്ചാണ് നല്ലത്. ഓക്കെ ഗൈസ്, ഒരു പ്ലെയർ വന്നിട്ടുണ്ട്. വൂ ഈസ് ദിസ് പ്ലെയർ. ഓക്കെ, അത്ര റേറ്റിംഗ് ഒന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ടിഷ്കു എന്ന് പറഞ്ഞൊരു വീഡിയോ വെച്ചിടാം. ആകെ നമ്മളതിൽ നല്ലോണം കളിക്കുന്ന പിന്നോക്ക്, മെസ്സി, റൊണാൾഡോ, പിന്നെ മറ്റേ കാർലോസ് സോളാർ, ഇത്ര പേരുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ വെറും കുരങ്ങ് കളിയാണ് ഗൈസ്. ഹാരി കെയ്നൊക്കെ ഉണ്ടോ നമ്മളെ ടീമിൽ? ഉണ്ട്. ഹാരി കെയ്നൊക്കെ ഉണ്ട് കേട്ടോ. ജൂഡ് ബെല്ലിംഗഹാമൊക്കെ പൊളി കളിയാണ് ഗൈസ്.
നല്ല ഡിഫെൻഡിങ്ങിലും ഉണ്ട്, സ്ട്രൈക്കിങ്ങിനും ഉണ്ട്, പൊസിഷനിലും ഉണ്ട്, എല്ലാ ഒരു ഭാഗത്തായിട്ട് ജൂഡ് ബെല്ലിംഗഹാമൊക്കെ ഉണ്ട്. എൻ്റെ ടാർഗറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഹിക്കി അത്ര വലിയ ഇതൊന്നുമില്ല. 90ൻ്റെ പ്ലേയേഴ്സ് 2-3 ആൾക്കാരുള്ളതുകൊണ്ടാണ് ഇത്ര വലിയ റേറ്റിംഗ്. ഞാൻ പറഞ്ഞില്ല നല്ല ഡിഫെൻസൊക്കെ ഉണ്ട് ജൂഡ് ബെല്ലിംഗഹാം. ഏതായാലും ഒരു പ്രാവശ്യം ഇതാണ് ക്രിസ്ത്യാനോന് കൊടുത്തുള്ള പ്രശ്നം. ഒന്നും ആക്കില്ല. ആ മെസ്സിക്ക് അടിക്കായിരുന്നു ഗൈസ്. ആ ഗോൾ അടിക്കായിരുന്നു. അത് വെറുതെ ക്രിസ്ത്യാനോന് കൊടുത്ത് ഒന്ന് നശിപ്പിച്ച ആളിനെ കൊണ്ടുപോയിട്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാൻസ് ഉണ്ടെങ്കിൽ സോറി, ഞാൻ ഈ ഗെയിമിനെ കുറച്ച് പറഞ്ഞതാണ് കേട്ടോ. അതുകൊണ്ട് റിയൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണെങ്കിൽ ആ വാട്ട ഗോൾ എന്ന് പറയേണ്ടി വന്നേനെ. ലാഗടിച്ച് പ്ലീസ് മേനെ. മെസ്സിന് എത്ര പേരാ ഗൈസ് വന്നിട്ട് ചെക്ക് ചെയ്യുന്നേ. നവ്വൈ മേനെ നവ്വൈ. ഒഡിഗാർഡ് റൊണാൾഡോൻ്റെ റേറ്റിംഗ് ഉള്ള പ്ലെയറാണ്. എന്നിട്ട് എന്ത് കളിയാ, 5 സ്റ്റാറാണ് ചെക്കൻ. ആർസനലിൻ്റെ മുത്തല്ലേ. പിന്നെ നമ്മളടിക്കുന്ന ഭാഗത്തേക്കൊക്കെ ഇവൻ്റെ പ്ലെയർ വരുമല്ലോ. ലൈമർ സ്കോർ. ഈ ലൈമറും പിന്നെ കാർലോസ് സോളാറും കൂടെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര കംബാക്കാണ് ഗൈസ്. ഓല് രണ്ടാളും കാർലോസ് സോളാറിന് ഉന്തിയിട്ട് ഓൻ തിരിച്ചു പോയി ഉന്തിട്ട് മറ്റേ എന്തായിരുന്നു ലൈമറിനെ വെട്ടിച്ചുകൊണ്ടുപോയി ഓനെ വെട്ടിച്ചുകൊണ്ടിട്ട് ഗോളടിച്ച്. ഇവർ രണ്ടുപേരും റിവെഞ്ചിൻ്റെ ആൾക്കാരാണ്. ഓക്കെ, പിനോക്ക് ഞാൻ പറഞ്ഞു, പിനോക്കൊക്കെ വെൽ പ്ലേ ചെയ്യുക. പറഞ്ഞില്ലെങ്കിൽ സോറി. അക്കാഞ്ഞി അങ്ങനെ പേര് നോക്കിയേ. ഇവരും വെൽ ഡിഫെൻസൊക്കെയാണ്. അക്കാഞ്ഞിയൊക്കെ വലിയ ഡിഫെൻസാണ് കേട്ടോ. കൊണ്ടുപോകുമേ. ഫൗൾ ഇതൊക്കെ എന്തിനാണ് ഫൗളാക്കണേ? എനിക്കറിയാത്ത കാര്യമാണ്. പൊസിഷൻ ഷിഫ്റ്റ് സെലക്ട് കിക്കർ മെസ്സി. പ്ലീസ് സ്കോർ മെസ്സി ലോങ് പെനാൾട്ടി. വാട്ട് എ കിക്ക് മാൻ, വാട്ട് എ കിക്ക്. ദിസ് ഈസ് എ ഷോട്ട് ഓൺ ടാർഗറ്റ്. അങ്ങനെ എങ്ങാണ്ടും അടിച്ച സെൻറ്ററിൻ്റെ മുമ്പിൽ. അപ്പോൾ വെൽ പ്ലേ മെസ്സി, വെൽ പ്ലേ. നേരത്തെ മെസ്സിനെ കൊണ്ട് അടുപ്പിച്ചാൽ മതിയായിരുന്നു. ഇനി ഞാൻ ഒരിക്കലും റൊണാൾഡോന് കൊടുക്കില്ല. മെസ്സിക്ക് കൊടു. ഗ്യാവി എന്താണ് ഓടി വരുന്നുണ്ട്. കിലിയൻ എംബാപ്പേ. റൊണാൾഡോന് കിലിയൻ എംബാപ്പേനെ പോലും വെട്ടിക്കാവില്ല. ചെറിയ ചെക്കനെ പോലും ഇത്രയും ഓൾഡസ്റ്റ് ഫുട്ബോൾ പ്ലെയറിന് ഗ്യാവി എന്താ പോലും കളി കളിക്കുന്നുണ്ട്. ബാഴ്സലോണയിലൊക്കെ ലോസ്റ്റ് കളിയായിരുന്നു. യോ മാനെ കാർലോ. നോ, ഇവർ ഈ 2 പേരും പൊള്ളിക്കളിയാണ് കേട്ടോ. നേരത്തെ ഒന്നും ആവണ്ടിയിരുന്നു. റൊണാൾഡോ, മെസ്സി.